നമസ്കാരം. മക്കളെന്ന് നെറുകേട് കാണിച്ചാലും അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അവരോട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന പഴഞ്ചൊല്ലാണ് VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജിയെ MDMA കേസിൽ പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ എന്തു വില കൊടുത്തും മക്കളെ രക്ഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു നേതാവിനെ ആയിരുന്നില്ല ഇന്നലെ ആരും അവിടെ കണ്ടത്. പകരം മകൻ ചെയ്തത് തെറ്റാണെന്നും മകനെ അറസ്റ്റ് ചെയ്ത പോലീസിനോട് അദ്ദേഹം നന്ദി പറയുകയുമാണ് ചെയ്തത്. കൂടാതെ താൻ തിരക്കിനിടയിൽ തന്റെ മകന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു സമ്മതിക്കുകയാണ്. മകനോട് സംസാരിച്ചതിൽ നിന്നും ജില്ലയ്ക്കകത്ത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിൽ നിന്ന് 10,000-ഓളം പേർ ലഹരിക്ക് അടിമയാണെന്ന് അറിയാൻ കഴിഞ്ഞതായും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മയക്കുമരുന്ന് ലോബിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്റെ മകനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചതിനെ പറ്റി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ഇട്ടിരിക്കുകയാണ്. ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, അതൊക്കെ എല്ലാവരും പൂർണ്ണമായും വർജിക്കേണ്ടതെന്നാണെന്ന് തന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം മകന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കാത്ത ധൈര്യം തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാണിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മകന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് MLA പ്രതിഭ ഹരിയുടെ മകനെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും. തകഴി പാലത്തിനടിയിൽ കനിവും സുഹൃത്തുക്കളും മദ്യപിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. എന്നാൽ തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു പ്രതിഭ MLAയുടെ വാദം. മകനെ കഞ്ചാവുമായി പിടികൂടിയ വാർത്ത തെറ്റാണെന്നും സുഹൃത്തുക്കളുമായി ഇരുന്നപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു പ്രതിഭ പറഞ്ഞത്. കൂടാതെ മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതിഭ MLA രംഗത്തുമെത്തി. മാധ്യമങ്ങൾ നൽകിയത് കള്ളവാർത്തയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു MLAയുടെ മുന്നറിയിപ്പ്. എന്നാൽ MLAയുടെ വാദം തള്ളി കേസിന്റെ FIRഉം പുറത്തു വന്നു. MLAയുടെ മകനെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് FIRൽ പറയുന്നുണ്ട്. എന്നിട്ടും തന്റെ മകൻ ചെയ്തത് തെറ്റാണെന്നോ മകനെ പറഞ്ഞു തിരുത്താനോ ഒന്നും MLA തയ്യാറായില്ല. കൂടാതെ തന്റെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥരെ തന്നെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് MLA സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അതേസമയം അന്തരിച്ച പ്രമുഖ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനും ഈ പ്രതിഭയുടെ തനി ആവർത്തനമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ മകൻ ബിനീഷ് കോടിയേരി അച്ഛന്റെ അധികാരത്തെ നിയമം കയ്യിലെടുത്ത് അമ്മാനമാടുകയായിരുന്നു. മകനെ ലഹരി കേസിൽ ED തൂക്കിയെടുത്തു കൊണ്ടുപോയിട്ടും മകൻ ചെയ്തത് തെറ്റാണെന്നോ ലഹരിക്കെതിരെ കമാന്നൊരക്ഷരം പറയാനോ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിരുന്നില്ല. എന്നാൽ മന്ത്രി എന്ന നിലയിലോ ഒരു വ്യക്തി എന്ന നിലയിലോ പൊതുപ്രവർത്തകൻ എന്ന നിലയിലോ ചീത്ത പേരുകൾ ഇതുവരെ കേൾപ്പിക്കാതിരുന്ന കോടിയേരി ബാലകൃഷ്ണന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു. അതും ബിനീഷിന്റെ അച്ഛനായി പോയി എന്നുള്ള ഒരേ ഒരു കാരണത്താൽ. ഇവിടെയൊക്കെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യത്യസ്തനാകുന്നത്. തന്റെ മകന്റെ പക്കൽ നിന്നും പിടികൂടിയത് ചെറിയ അളവിലുള്ള ലഹരി ആയിരുന്നിട്ടും കേസിൽ ജാമ്യം ലഭിച്ചിട്ടും അദ്ദേഹം തന്റെ മകന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാണ് രംഗത്തെത്തിയത്. എന്തായാലും വാർത്ത പുറത്തു വന്നതോടെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്തെത്തുന്നത്. ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നാണ് പലർക്കും പറയാനുള്ളത്. മകന് പറ്റിയ തെറ്റ് തുറന്നു പറയുക മാത്രമല്ല, മകനെ അതിൽ നിന്നും മോചിപ്പിക്കാനും ഇതിന്റെ പിടിയിലകപ്പെട്ട മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന ദൗത്യവും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് തനിനിറവും. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുന്ന നേതാക്കൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കണ്ടു പഠിക്കണമെന്ന് തന്നെയാണ് തനിനിറത്തിനും പറയാനുള്ളത്.